പാരലൽ ലൈൻസ് 9th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 39-ലെ ഡ്രോ എ റെഗുലർ ഹെക്സഗൺ ഓഫ് പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ഈ പിക്ചർ വരയുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആ 20 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തിട്ട് തന്നെയാണ്. ഇനി അതിൻ്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 10 സെൻറ്റിമീറ്ററുള്ള വര വരയുക. അതിനുശേഷം 9 സെൻറ്റിമീറ്റർ നമ്മുടെ ആ വരയെ 3ആയിട്ട് ഭാഗിക്കുക. ഹെക്സഗണാണ് വരയാൻ പറഞ്ഞത്. നമുക്ക് 6 സൈഡ് വേണം. എന്നാലും നമ്മൾ എന്ത് ചെയ്യാം, 10 സെൻറ്റിമീറ്ററുള്ള വരയെ 3ആയിട്ട് ഭാഗിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ എൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മുടെ 3ആയിട്ട് ഭാഗിക്കുന്ന പാരലൽ ലൈൻ ഉപയോഗിച്ചിട്ട് 3ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അറ്റങ്ങൾ ആദ്യം യോജിപ്പിച്ചത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, പാരലൽ ലൈൻ ചെയ്തു. പിന്നെ ഇതാ പാരലൽ ലൈന്, അങ്ങനെ 3 പാരലൽ ലൈൻസ് അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾ വരയാൻ വേണ്ടിയിട്ട് ഒരു സമഭുജ ത്രികോണം ഈക്വൽ ട്രയാങ്കിൾ വരയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ സൈഡ് എടുക്കാം. ഈ സൈഡ് എടുത്തിട്ട് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ ഇവിടത്തേക്കും ആർക്ക് വരയാം, ഇവിടത്തേക്കും ആർക്ക് വരയാം. കോമ്പസ് എടുത്തിട്ട് ഇതാ ഇവിടെ വെക്കുക. ഏകദേശം ഇവിടത്തേക്ക് ആർക്ക് വരയാം. ഇതാ ഇവിടെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ആർക്ക് വരാം. ആ 2 നമ്മുടെ കൂട്ടിമുട്ടുന്ന ഭാഗവും നമ്മൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. ഈക്വൽ ട്രയാങ്കിൾ വരഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്കറിയാം ഈ ലെങ്ത്ത് നമ്മളിത് എടുത്തിട്ടാണ് വരഞ്ഞിട്ടുള്ളത്. ഈ നമ്മുടെ സർക്കിൾ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇതേപോലെ. സർക്കിൾ വരയ്ക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഡിസ്റ്റൻസ് മാറ്റാൻ പാടില്ല. സർക്കിളിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ, അതുപോലെ ഇവിടെ വെച്ചിട്ട് ആ ഡിസ്റ്റൻസിൽ വേണമെന്നേ ഉള്ളൂ. ഓരോ സ്ഥലത്ത് മുട്ടുന്നതിനനുസരിച്ച് ഇവിടെ വെച്ചിട്ട് ആ ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഈ നമ്മുടെ ഈ മീറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹെക്സഗൺ കിട്ടും. അത് 20 ആയിരിക്കും. അതിൻ്റെ പുറം സൈഡൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് 20 കിട്ടുക. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഇത് നമ്മൾ 10 സെൻറ്റിമീറ്റർ മാത്രം വരച്ചിട്ടാണ് വരഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മുടെ നോട്ട്ബുക്കിൽ കൊള്ളുന്ന ആ രീതിയിലാണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ വരച്ചിട്ട് നമുക്ക് അങ്ങനെയും വരയാം. അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ചെരിഞ്ഞ വര നമുക്ക് എന്ത് ചെയ്യാം, ചെരിഞ്ഞ വര 9 സെൻറ്റിമീറ്റർ, അതായത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന നമ്പർ 3, 6, 9 എങ്ങനെയുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് പാരലൽ ലൈന് വരയാം. എന്നിട്ട് ഈക്വൽ ട്രയാങ്കിൾ വരയുന്ന മെത്തേഡ്, അതിൽ മിഡിൽ ലെങ്ത് എടുത്തിട്ട് കോമ്പസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് വരയാം. പിന്നെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ വരയാം. പിന്നെ ആ ലെങ്ത്ത് മാറ്റാൻ പാടില്ല കേട്ടോ, ഈ ആദ്യം എടുത്ത ലെങ്ത്ത് മാറ്റാൻ പാടില്ല. പിന്നെ അത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരയുക, ഇവിടെ വെച്ചിട്ട് ആർക്ക് വരയുക, ഇവിടെ വെച്ചിട്ട് ആർക്ക് വരയുക, അങ്ങനെ ഇവിടെ വെച്ചിട്ട് ആർക്ക് വരയുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, കാരണം എല്ലാം സെയിം ലെങ്ത് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പിക്ചർ വരയാം. പിന്നെ പറ്റുന്നവർക്ക് മറ്റേ രീതിയിലും വരയാം, അല്ലാത്തവർക്ക് ഈ രീതിയിലും വരയാം. അപ്പോൾ 2 വീഡിയോയും നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കരുതുന്നത് നിങ്ങളത് തിരഞ്ഞെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ കിട്ടിയ ഹെക്സഗൺ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ അടിപൊളിയായി. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഹെക്സഗൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ നല്ല ഭംഗിയിൽ വരക്കുക. ഓക്കെ, ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ബായ്.